ഈ ദുനിയാവ് എന്നുള്ളത്, ദുനിയാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് തന്നെ പരലോകത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളെ സെറ്റിലാകാനുള്ള ഇടമല്ല ഈ ദുനിയാവ് എന്നുള്ളത്. ദുനിയാവില് സമ്പൂർണ്ണമായിട്ട് സുഖസൗകര്യങ്ങളോടുകൂടെയുള്ള ഒരു ജീവിതം ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയില്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബലദ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സർവ്വ മനുഷ്യരും പ്രയാസം സഹിക്കേണ്ട വിധത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അത് മുസ്ലിം ആകട്ടെ കാഫിറാകട്ടെ എല്ലാ ആളുകളുടെയും ജീവിതത്തിൽ പ്രയാസം ഉണ്ടാവും, സുഖദുഃഖങ്ങൾ മാറി വരും. സൂറത്തുൽ നജ്മിന്റെ 43-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അവനാണ് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ജീവിതത്തിൽ ഈ സുഖദുഃഖങ്ങൾ മാറി മാറി വരും എന്നുള്ളത്. അപ്പൊ നമ്മൾ ഒരാളെ സംബന്ധിച്ച്, നമ്മളെ ഏതെങ്കിലും ഒരാളെ അയാൾ എത്ര ഭാഗ്യവാനാണ്, അയാൾ എല്ലാം കൊണ്ട് സുഖമാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അയാൾ അടുത്തറിയുന്ന സന്ദർഭത്തിൽ അയാൾക്ക് അയാളുടേതായിട്ടുള്ള നിരവധി പ്രയാസങ്ങൾ ഉണ്ടാകും. രോഗങ്ങൾ ബാധിച്ച, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് രോഗം ബാധിച്ച ആളുകൾ, അതല്ലെങ്കിൽ പ്രിയപ്പെട്ട ആളുകളുടെ വേർപാടുകൾ, പട്ടിണി, ഇതെല്ലാം മാറി മറിഞ്ഞുകൊണ്ട് വരും എന്നുള്ളത്. അത് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതല്ല നിങ്ങളുടെ സങ്കേതം, ദുനിയാവല്ല നിങ്ങൾ സെറ്റിലാകാനുള്ള സങ്കേതം. നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇടം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്, ആഖിറത്താണ്. സുബ്ഹാനല്ലാഹ്. അത് ഏതൊരാളും അത് ചിന്തിച്ചു നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യത്തിൽ നമുക്ക് മാതൃകയാവുകയാണ്. അതായത് ലോകത്തെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അഷ്റഫുൽ ഖൽഖായിട്ടുള്ള ആ റസൂലുള്ള പോലും ദുനിയാവിൽ ഇതേ രൂപത്തിൽ സഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട്? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായിട്ടുള്ള മറ്റൊരു ആയത്ത് സൂറത്തുൽ അംബിയാഇന്റെ 34-ാമത്തെ വചനത്തിൽ قبلك الخلد أفإن مت